നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇത് അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയാണ്. 1, 2, 3. ഇത് ഈ റീഡിംഗ് കേൾക്കുമ്പോൾ ചിലർക്ക് സങ്കടം ഉണ്ടാവും. മീൻസ് അങ്ങനത്തെ ഒരു റീഡിംഗ് ആണല്ലോ ഇത്. എന്നാലും എനിക്ക് ഇങ്ങനത്തെ റീഡിങ്സ് റിക്വസ്റ്റ് വരുമ്പോഴാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. എന്താണ് ഇപ്പം അവസ്ഥ, അവർ തമ്മിൽ ഇപ്പോൾ ഒരുമിച്ചാണോ, അവർ തമ്മിൽ വഴക്കാണോ? കാരണം നോ കോണ്ടാക്റ്റിലായിരിക്കും മിക്കവരും. അപ്പം അതുകൊണ്ട് അതൊന്നും അറിയണം. പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ്, തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് റീഡിങ് വരാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ റീഡിങ് ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നത് കേട്ടോ. അത് അറിയാൻ ആഗ്രഹമുള്ള ഇഷ്ടംപോലെ പേരുണ്ട്. പക്ഷേ പൈസ പേ ചെയ്ത് റീഡിങ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ വേദന, ഈ റീഡിംഗ് കൊണ്ട് വേദന ഉണ്ടാവുകയാണെങ്കിൽ ക്ഷമിക്കണം. എന്നാലും സത്യം അറിയാനുള്ളത് അറിയണം. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയാണ്. 1, 2, 3. ഈ 3 കാർഡിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിക്കാൻ നോക്കുകയോ ഈ റീഡിംഗ് കൊണ്ട് എന്തെങ്കിലും ഡിസിഷൻ എടുക്കുകയോ ചെയ്യരുത് കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോണ്ടാക്ട് ചെയ്യാം. പിന്നെ രണ്ടാമത്തത്, തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്, പിന്നെ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി നോക്കും. ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നമ്മൾക്ക് ആഗ്രഹങ്ങൾ, ഒരാളിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും പ്രതീക്ഷിക്കും, അത് വേറെ. നമ്മൾ അതുപോലെ തന്നെ നമ്മൾക്ക് പല ഉദ്ദേശങ്ങളുണ്ടാവും ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ. അതും നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശവും അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശവും കൂടി നമ്മൾ നോക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ 1, 2, 3 കാർഡ് സെലക്ട് ചെയ്തോളൂ ഭഗവാനെ. ഓക്കെ, ഇപ്പം നമുക്ക് റീഡിംഗ് തുടങ്ങാം. രണ്ടാമത്തെ കാർഡും മൂന്നാമത്തെ കാർഡും മാറ്റി ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഭഗവാനെ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ് തരണം ഭഗവാനെ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് തരണേ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണമായിരിക്കാം ഈ ഓറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഭഗവാനെ. ഈ റിലേഷൻഷിപ്പിന്, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഓറക്കിൾ മെസ്സേജിൽ വരിക. എന്ത് ആക്ഷൻ എടുക്കണം, ഉപേക്ഷിക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ ഭഗവാനെ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഒരു 3 കാർഡ് വീണിട്ടുണ്ട്. അത് ഞാൻ ആക്കുന്നതിന് മുമ്പ് വീണു, എന്നാലും കുഴപ്പമില്ല, ഞാൻ എടുക്കുകയാണ്. അത് നിങ്ങൾക്ക് കാണണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് അത് വന്നത്. ഇത് വേറൊരു കാർഡും വരാനും വഴിയില്ല. ഒന്നും കൂടെ ഷഫിൾ ചെയ്ത് നോക്കാം. വരുന്നില്ല. ഈ 3 കാർഡുകളാണ് നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളത്. ഒന്നാമത്തത് പറയുന്നത് ശബ്ദവും വെളിച്ചവും. ശബ്ദവും വെളിച്ചത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും രൂപത്തിലാണ് നമുക്ക് ഭഗവാന്റെ അടുത്ത്, ദൈവത്തിൻ്റെ അടുത്ത്, നിങ്ങൾ വിശ്വസിക്കുന്ന മൂർത്തി ഏതാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന ആരെയാണ്, പ്രാർത്ഥിക്കുന്നത് ആരോടാണ്, ആ ശക്തിയിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജസ് വരുന്നത് ലൈറ്റും സൗണ്ടും ഒക്കെ ആയിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലൈറ്റ് എന്ന് പറയുമ്പോഴേ, ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പിൽ കാണുന്ന, കണ്ണിന് മുമ്പിൽ കാണുന്ന ലൈറ്റ് അല്ല. നമ്മുടെ ഉള്ളിൽ പെട്ടെന്നൊരു മിന്നൽ പായില്ലേ, ചിലപ്പോൾ പെട്ടെന്നൊരു തിരിച്ചറിവ്, മനസ്സിലായോ? അത് വിസ്ഡമാണ്. ആ തിരിച്ചറിവാണ്, അതിനെ തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട്.
അതിനെ നിങ്ങൾ തിരിച്ചറിയണമെന്നാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. തോന്നലുകളായിട്ടായിരിക്കും വരുന്നത്. അതുപോലെ ശബ്ദങ്ങളും ചിലപ്പോൾ ആരോ സംസാരിക്കുന്ന, അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു സീരിയൽ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് അതേ സിറ്റുവേഷൻ സീരിയലിൽ കാണിക്കുക. നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് മെസ്സേജ് കിട്ടുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുക. ഓക്കെ. പിന്നെ നിങ്ങളുടെ 7 ചക്രാസ് ഉണ്ട് നമ്മളുടെ ബോഡിയിൽ നിന്നാണ് യോഗ പറയുന്നത്. അപ്പോൾ ആ ചക്രാസിൽ മിസ്അലൈൻമെന്റ്, അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളുടെ ശരീരം ഇതാക്കി എടുക്കണമെന്ന് ക്ലെൻസ് ചെയ്യണമെന്ന് പറയുന്നത്? നമ്മളുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന എനർജികളാണ് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്ത് മുമ്പോട്ട് വരുന്നത്. നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഒരു ടോക്സിക് എനർജി പുറത്തേക്ക് പോകുമ്പോൾ ആ ടോക്സിക് എനർജി അട്രാക്ട് ചെയ്യുന്നത് ടോക്സിക് എനർജി ആയിരിക്കും. അപ്പം നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നവരെല്ലാം ടോക്സിക് ആവും. നമ്മൾ ടോക്സിക് ആയവർ നമ്മൾ അന്വേഷിച്ച് വരുന്നതല്ല, നമ്മൾ അവരെ തേടി പിടിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പലരും പറയും നമ്മളുടെ പേഴ്സൺ ഭയങ്കര നാർസിസിസ്റ്റിക് ആണ്, ടോക്സിക്. നിങ്ങൾ അങ്ങനത്തെ ആളുകളെ എന്തിനു അട്രാക്ട് ചെയ്യുന്നു? അപ്പൊ അതാണ് പറയുന്നത്, നമ്മളൊന്ന് നമ്മളെ പഠിക്കുക, നമ്മളെ മനസ്സിലാക്കുക. എന്തുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അത് നമ്മൾ അനലൈസ് ചെയ്യണം. അതിനുള്ള ധൈര്യം നിങ്ങൾ സംഭരിക്കണം. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ, ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാക്കാൻ, അതിനെ ഫേസ് ചെയ്യാനായിട്ട് മിക്കവരും ഒളിച്ചോടും, അല്ലെങ്കിൽ കണ്ണടച്ച് ഇരുട്ടാക്കും. മനസ്സിലായി? എന്നിട്ട് വിക്ടിം മെന്റാലിറ്റി കാണിക്കും. മറ്റേയാൾ എന്നെ ദ്രോഹിക്കുന്നു, മറ്റേയാൾ എന്നെ ദ്രോഹിക്കുന്നു. എന്തുകൊണ്ടാണ് ദ്രോഹിക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കുക. അതാണ് കുണ്ടലിനി യോഗ. പിന്നെ അവസാനത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും സമാധാനവും വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ കുറച്ച് ക്ഷമയോടെ ഇരിക്കുക. എല്ലാ സൗഭാഗ്യങ്ങളും, റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച എല്ലാ സൗഭാഗ്യങ്ങളും വരുന്നുണ്ട്. ചിലപ്പോൾ ഒരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾക്ക് വരുന്നത്, അല്ലെങ്കിൽ ഈ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് മാനസാന്തരം വന്നിട്ട് തിരിച്ചു വരുന്നതും ആകാം. നമുക്ക് എന്തായാലും ഒന്നാമത്തെ കാർഡിന്റെ ഓവറോൾ അല്ല തന്നെ റിലേഷൻ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സണിന്റെയും ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതിനകത്ത് വലിയ പ്രയോറിറ്റി ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് തമ്മിൽ അടുത്തു, അട്രാക്റ്റഡ് ആയി, അടുത്തു, റിലേഷൻഷിപ്പ് തുടങ്ങി, സ്നേഹത്തിലായി. ഇപ്പോ പക്ഷേ അവർക്ക് ആ ഒരു എന്താ പറയുക അട്രാക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. 2 ഓഫ് പെന്റക്കിൾസ് ആണ്, റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. നേരത്തെ ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു. അത് അങ്ങനെ ഒരു അട്രാക്ഷൻ വന്നത് കൊണ്ടായിരിക്കും എടുത്തു ചാടി റിലേഷൻഷിപ്പിലേക്ക് കയറിയത്. പക്ഷെ ഇപ്പോ ഇതൊരു ഭാരമായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഇത് രണ്ട് ആവശ്യമില്ലാത്ത എനർജീസിനെ നമ്മൾ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഗുണമില്ലാത്ത എനർജീസിനെ കൊണ്ട് നടക്കേണ്ട ആവശ്യം, ചുമന്നുകൊണ്ട് നടക്കുന്ന, അതാണ് ശരിയായ വേർഡ്, ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യം ഇല്ല എന്ന് ഒരാൾക്കോ അല്ലെങ്കിൽ 2 പേർക്കോ തോന്നുന്നുണ്ട്. ഇതൊരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. എർത്ത് സയൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ വളരെ പ്രാക്ടിക്കൽ ലോജിക്കലായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഇമോഷൻസ് മാക്സിമം യൂസ് ചെയ്യാത്ത ആളുകളാണ് അവർ. മനസ്സിലാവുണ്ടോ? അപ്പോൾ കാരണം നമ്മൾ ഭൂമിയിലേക്ക്, നമ്മുടെ ഭൂമിയാണ് എർത്ത് സൈൻ. മനസ്സിലായോ? ഭൂമി. അപ്പൊ ഭൂമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഉണ്ടാവും. പൊട്ടിത്തെറിക്കും, ആളിപ്പടരും. മനസ്സിലായോ? അതുപോലെ തന്നെ ചതുപ്പാകും. അപ്പൊ അവർക്കും നെഗറ്റീവ് സൈഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഭൂമി ദേവിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഭൂമി ദേവി ഭയങ്കര ക്ഷമയുള്ള ആളാന്നാണ് പറയുക. അപ്പോ ഈ ഭൂമിയിലേക്ക് വായു, എയർ സൈൻ, എർത്ത് സൈനിലേക്ക് എയർ സൈൻ ചേരുമ്പോൾ എയർ സൈനും എർത്ത് സൈനും തമ്മിൽ ഒരു ബന്ധവുമില്ല. വായു ഇങ്ങനെ ഭൂമിയുടെ മുകളിൽ കൂടെ പോകുന്നല്ലാതെ ഭൂമിയായിട്ട് ഒരു കണക്ഷനും ഇല്ല വായുവിന്. രണ്ടും 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. രണ്ടുപേരും 2 സ്വഭാവ ഗുണമുള്ളവരാണ്. അവർ തമ്മിൽ ചേരുക ബുദ്ധിമുട്ടാണ്. ആ പ്ലാനറ്റിന്റെ ഇതിനകത്ത് വേറെ വാട്ടർ സൈനും എല്ലാം ചേരുമ്പോഴാണ് എർത്ത് സൈനും ഒരു എയർ സൈനും തമ്മിൽ ഒരു കമ്പാറ്റബിലിറ്റി വരുന്നത്. അത് പിന്നെ വേറൊരു വലിയ ഡിസ്കഷനാണ്, അത് പോട്ടെ. അപ്പോൾ എയറും എർത്തും, ഫയർ ആണെങ്കിലും അതുപോലെ തന്നെ ഉപരിതലത്തിൽ തീ പിടിക്കുന്നു. മനസ്സിലാവുണ്ടോ? പക്ഷെ വെള്ളം എങ്ങനെയാണ്? എർത്ത് സൈനും വാട്ടർ സൈനും തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. വാട്ടർ കുറച്ചൊക്കെ എർത്തിലേക്ക് വരുമ്പോൾ അത് ഫെർട്ടൈൽ ആയിട്ട് മാറും എർത്ത്. മനസ്സിലായോ? നല്ലതാണ് എർത്തിന്. പക്ഷെ കൂടുതൽ വെള്ളം, കൂടുതൽ ഇമോഷൻസ് എർത്തിലേക്ക് പോകുമ്പോൾ അവിടെ ചെളി വരും, അകൃതമാവും, ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാവും. പിന്നെ ചെളി കൂടി 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 അത് ചതുപ്പ് നിലം പോലെ ആവും വെള്ളം കൂടുമ്പോൾ. അതൊക്കെയാണ് പ്രശ്നം.
അപ്പോൾ എന്തായാലും ഇവർ തമ്മിൽ വലിയ ഹാപ്പി അല്ല എന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ കൂടുതലും നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയിട്ടാണ് ഇത് വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ ടോറസ് വെർഗോ കാപ്രിക്കോൺ ആവണം എന്നില്ല. ഇത് ചിലപ്പോൾ പേഴ്സന്റെ പ്ലാനറ്റ്സിൽ ഏതെങ്കിലുമൊക്കെ ഈ സോഡിയാക്കിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ സോഡിയാക്കിൽ ഏതെങ്കിലുമൊക്കെ പ്ലാനറ്റ്സ് ഉണ്ടാവാം. തിരിച്ചു മറിച്ചു എന്താ മനസ്സിലായല്ലോ കാര്യം? ഓക്കെ, കുളമാക്കുന്നില്ല പറഞ്ഞ. മദർ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഷാർപ്പായ സംസാരിക്കുന്ന, വളരെ ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ വളരെ റൂഡായി പോകും അല്ലേ? എന്നുവെച്ചാൽ ഇപ്പോൾ ഒരാളോട് ഒരു കാര്യം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, എനിക്കിഷ്ടമല്ല എന്നിങ്ങനെ പറയുമ്പോൾ ആ ടോണും കൂടെ അങ്ങനെ വരുമ്പോൾ അതിന് ഭയങ്കര ഇമ്പാക്റ്റ് ആവും. മിക്കവരും അതിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കും, കാരണം ഹേർട്ടാവും, ഇൻസൾട്ടാവും. അതുകൊണ്ട് അപ്പോൾ ഇവരോട് വളരെ സൂക്ഷിച്ച് സംസാരിക്കും. അപ്പോൾ തേർഡ് പാർട്ടി ചിലപ്പോൾ വളരെ റൂഡായിട്ട് സംസാരിക്കുന്ന ഒരു എനർജി ആയിരിക്കും, വളരെ ഷാർപ്പായി സംസാരിക്കുന്ന, വളരെ ന്യായം അന്യായം, അവർക്ക് വളരെയധികം വേർതിരിവുണ്ട്. ഒരു സൈഡിൽ ന്യായം, മറ്റു സൈഡിൽ അന്യായം. ഈ ന്യായത്തിന്റെ കൂടെ നിൽക്കാൻ, ഈ ന്യായത്തിന്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇവർക്ക് തോന്നുന്ന ന്യായത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് തേർഡ് പാർട്ടി. അപ്പം മറ്റുള്ളവരെ ചിലപ്പോൾ തെറ്റായിട്ടാണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വഴക്ക് പറയും. അങ്ങനത്തെ ഒരു എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ അത് ഇഷ്ടമല്ലാത്തൊരു ക്യാരക്ടറാണ്. സ്ട്രെങ്ത് കാർഡ്, കൺട്രോളിങ് എനർജി പോലെ. നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി നല്ലോണം കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പേഴ്സണ് അതും ഇഷ്ടമല്ല. ലിയോ സോഡിയാക് സൈനാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ അതാണ് അവരുടെ ഓവറോൾ എനർജി. ഇപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള, എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോയത്? എന്തായിരുന്നു ഉദ്ദേശം? നിങ്ങളുടെ പേഴ്സന്റെ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് തുടങ്ങാനുള്ള ഉദ്ദേശം എന്തായിരുന്നു? തേർഡ് പാർട്ടിയുമായൊരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ചെന്നത്? എന്തായിരുന്നു ഉദ്ദേശം? നോക്കട്ടെ, നിങ്ങളുടെ പേഴ്സന്റെ ഉദ്ദേശം എന്തായിരുന്നു? രണ്ട് കാർഡാണ് വന്നത്. ഓക്കെ, ഈ രണ്ട് കാർഡാണ് വന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഇവിടെ എല്ലാവരും ഉപേക്ഷിച്ച പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു നിങ്ങളുടെ പേഴ്സണ്. അപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടി കുറച്ച് സ്നേഹം കാണിച്ചപ്പോൾ, കുറച്ചൊരു അറ്റൻഷൻ കൊടുത്തപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് ഭയങ്കര സ്നേഹമാണെന്ന്. അപ്പോൾ കുറച്ച് സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയത്. കാരണം എല്ലാവരാലും ഉപേക്ഷിച്ചു, നിങ്ങളും സ്നേഹിക്കുന്നില്ല നിങ്ങളുടെ പേഴ്സണെ എന്ന് നിങ്ങളുടെ പേഴ്സണ് തോന്നിയപ്പോൾ, ആരുമില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ പേഴ്സണ് വന്നപ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയത് എന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണ് സ്നേഹം ആദ്യമായിട്ട് ഓഫർ ചെയ്തത്. അപ്പോൾ ഇവർ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് പോയതെന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് തേർഡ് പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത്? ലിയോ സൈൻ ആണ് വരുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് തേർഡ് പാർട്ടി എന്താ ഉദ്ദേശിക്കുന്നത്? തേർഡ് പാർട്ടി ഭയങ്കര ബോറായിരുന്നു. തേർഡ് പാർട്ടിയുടെ ലൈഫിൽ ഭയങ്കര ഒന്നും ഹാപ്പി അല്ല തേർഡ് പാർട്ടി. ഒന്നിലും തൃപ്തിയില്ലാത്ത ഒരാളാണ് തേർഡ് പാർട്ടി. കിട്ടിയതിലൊന്നും എല്ലാമോ വെറുതെയാണ്, അതൊന്നും വലിയ ഗുണമില്ല എന്നൊരു ചിന്ത എല്ലായിടത്തും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്തു. അപ്പം നമ്മൾക്ക് കുറേ അനുഭവങ്ങളാകുമ്പോൾ നമ്മളത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യണോ, ഇതൊക്കെയാണ് ജീവിതം എന്ന് ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ വന്ന് കയറുന്നത്, അവിടെ പേഴ്സണെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ബോർഡം, ഭയങ്കര ബോറായിട്ടുള്ള ഒരു ജീവിതമാണ് തേർഡ് പാർട്ടി ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ചിലപ്പോൾ തേർഡ് പാർട്ടിയും മാരീഡ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് മാരീഡ് ആവാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാവാം നിങ്ങൾ. എന്തായാലും തേർഡ് പാർട്ടിക്ക് കുറേ കുറേ ചീത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ആരെങ്കിലും വരുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ ചെന്ന് കയറുന്നത് തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്ക്. അപ്പോൾ അതെ, തേർഡ് പാർട്ടിയുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഫിനാൻഷ്യൽ ഹെൽപ്പും ഉണ്ടാവാം. അപ്പം അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ ചെന്ന് കയറുന്നത്. ഇവിടെ ഒന്നും സ്ട്രോങ് ആയിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. പൈസീസ് സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. എന്തായിരുന്നു നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ? ആഗ്രഹം എന്തായിരുന്നു? തേർഡ് പാർട്ടിയോടുള്ള ആഗ്രഹം എന്തായിരുന്നു? തേർഡ് പാർട്ടി എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചത്? അതാണ് ചോദ്യം. ദേ, ഈ കാർഡ് തന്നെ ഇവിടെ വന്നത്. തേർഡ് പാർട്ടി ഓവർ കമ്മിറ്റഡ് അല്ല. തേർഡ് പാർട്ടിക്ക് നിങ്ങൾ ചിലപ്പോൾ
ചിലപ്പോൾ ജോലി തിരക്ക് കൊണ്ട്, പിന്നെ കുട്ടികളുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ജോലിക്ക് പോകണം, ആകെ കൂടെ പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവാം. എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഗെയിം കളിക്കുന്ന ആളായിരിക്കാം, ഫ്രണ്ട്സ് കുറേ ഉള്ളവർ. അപ്പം നിങ്ങൾക്ക് ഈ പേഴ്സണ് കൊടുക്കാൻ സമയമില്ല എന്നൊരു ചിന്ത ഈ പേഴ്സണ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഭയങ്കര ബിസിയാണ്. ഈ പേഴ്സൺ ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ തേർഡ് പാർട്ടീനെ പരിചയപ്പെടുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എക്സ്പെക്ടേഷൻ തേർഡ് പാർട്ടിയിൽ നിന്ന് തേർഡ് പാർട്ടി ഈ പേഴ്സണ് കൂടുതൽ സമയം കൊടുക്കണം എന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സണ്. പിന്നെ അതുമല്ല, തേർഡ് പാർട്ടി ഒരു എന്താ പറയുക, ഈ പേഴ്സണ് സമയം കൊടുക്കാതിരുന്നെന്ന് ഈ പേഴ്സണ് തോന്നുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവില്ല. ഓക്കെ, ഈ പേഴ്സൺ അങ്ങനെ ഒരു തോന്നുന്നു. അപ്പോൾ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ ഈ പേഴ്സണ് ഒട്ടും വില കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സണ് സമയം കൊടുക്കാത്തത്, ഈ പേഴ്സന്റെ കാര്യങ്ങൾ വലിയ കാര്യമായിട്ട് അന്വേഷിക്കാത്ത അതുകൊണ്ടാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ തോന്നിയിരുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ഇതെല്ലാം ഈ പേഴ്സണ് കൊടുക്കും, സമയവും സ്നേഹവും എല്ലാം കൊടുക്കുമെന്നൊരു ആഗ്രഹം, ഒരു ആശ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് തേർഡ് പാർട്ടി എന്താണ് ആഗ്രഹിച്ചത് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ? തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഭയങ്കര എന്താണ് സംഭവ ബഹുലമായ ഒരു ജീവിതം നയിക്കും. ചിലപ്പോൾ ഭർത്താവിൽ നിന്ന് പ്രശ്നം, ഫാമിലിയിൽ നിന്ന് പ്രശ്നം, സ്വന്തം വീട്ടുകാരിൽ നിന്ന് പ്രശ്നം, ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് പ്രശ്നം, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങൾ ഇരിക്കുമ്പോൾ അതുമല്ല ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു തേർഡ് പാർട്ടി. അവരാണോ തെറ്റ് ചെയ്തത്, അത് മറ്റുള്ളവർ അവരോട് തെറ്റ് ചെയ്യുന്നത്, ആകെ കൺഫ്യൂഷനിലായിരുന്നപ്പോൾ ഒരു ക്ലാരിറ്റിക്ക്. അപ്പം നിങ്ങളുടെ പേഴ്സൺ കുറച്ചും കൂടെ പ്രാക്ടിക്കലാണ്, അഡ്വൈസ് ചെയ്യാനും നല്ലൊരു ലിസണറാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമയുള്ള ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് ഇവർ പ്രതീക്ഷിച്ചത് ഇവർക്കൊരു മനസ്സിനൊരു സന്തോഷം കിട്ടും, അതുപോലെ തന്നെ ഒരു ക്ലാരിറ്റി കിട്ടും, ഒരു എന്താ ക്ലിയർ ആവും അവരുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നത് അവർക്ക് ക്ലിയർ ആകും. പിന്നെ ആവശ്യമുള്ള അഡ്വൈസ് നിങ്ങളുടെ പേഴ്സണ് കൊടുക്കാൻ പറ്റും എന്നൊക്കെയാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അതുപോലെ തന്നെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് പെരുമാറുന്ന ഒട്ടും ഇമോഷണൽ അല്ലാത്ത ഒരാളാണ് ഇവരുടെ റിലേഷൻഷിപ്പിൽ, തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പിലുള്ളത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഇമോഷണൽ ആയിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് അവരുടെ ദുഃഖങ്ങളെല്ലാം തുറന്ന് പറയാൻ പറ്റുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് തേർഡ് പാർട്ടി പ്രതീക്ഷിച്ചത്. പക്ഷെ രസം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കരയുന്ന ഒരാൾ, സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാൾ ആ പേഴ്സൺ സങ്കടം വരുമ്പോൾ കരഞ്ഞു കഴിഞ്ഞാൽ ആ പേഴ്സൺ നമ്മൾ സങ്കടം പറഞ്ഞിട്ട് അത് അവിടെ തീർന്നു, കരച്ചിൽ തീർന്നു. കരഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ദുഃഖമെല്ലാം കുറയുമ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടെ റിലീസ് ആവുമ്പോൾ നമ്മൾ കുറച്ച് സമാധാനത്തിലാവും. പക്ഷേ ചിലരങ്ങനെയല്ല, കരഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതോർത്തിരുന്ന് കരയാം, ജീവിതം മുഴുവൻ കരഞ്ഞ് തീർക്കാൻ ആഗ്രഹിക്കുന്ന, എന്ന് വെച്ചാൽ വെറുതെ ഒരു മടിയുള്ള എനർജി ആയിട്ടാണ് അതിനെ കണക്കാക്കുക. ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമല്ല, മറ്റുള്ളവരെ പൊക്കിക്കൊണ്ട് നടന്നോണം, അങ്ങനത്തെ ഒരു എനർജി. സ്വയം ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ല, അപ്പം മറ്റുള്ളവർ എന്നെ ഹേർട്ട് ചെയ്തു, ആ ദുഃഖത്തിലാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന എനർജീസ്. അപ്പം അങ്ങനത്തെ ഒരു എനർജിയാണ് തേർഡ് പാർട്ടി, കുറേയൊക്കെ അഭിനയമാണ്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് ഇമോഷൻസ് ഇറക്കി വെക്കാനുള്ള ഒരാളും കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ അത് കേൾക്കുമെന്ന് തേർഡ് പാർട്ടി വിചാരിച്ചു. ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ ഈ കരച്ചിലും ഡ്രാമയെല്ലാമാണ് നിങ്ങളുടെ പേഴ്സൺ സഹികെട്ടത് മിക്കവാറും. കാരണം ഇത് വേണ്ട എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? ഇപ്പം നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും തേർഡ് പാർട്ടിയോട് വളരെ കമ്പാഷനൊക്കെ ഉണ്ട്, സഹതാപമുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോഴും തേർഡ് പാർട്ടിയോട് വളരെ സൗമ്യമായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പെരുമാറുന്നത്. അതുപോലെ തന്നെ ഇവർ തമ്മിൽ ഒരു എന്താ പറയുക, ഒരു പുതിയ റിലേഷൻഷിപ്പ്, ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഒരു പുതിയ റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടിയുമായിട്ട് തുടങ്ങണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹം. കാരണം തേർഡ് പാർട്ടി പറയുന്നുണ്ടാവും നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന്. അത് വലിയൊരു സ്ട്രോങ് പോയിന്റ് ആയിട്ടാണ് മിക്കവരും എടുക്കുക. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അയ്യോ അതൊരു വലിയ കാര്യമാണ് മിക്കവർക്കും. പക്ഷേ അതൊരു തലവേദനയായിട്ട് മാറും പിന്നീട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരുന്നില്ല ഇവിടെ, മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ആ സിറ്റുവേഷൻ
തേർഡ് പാർട്ടി ഇപ്പോഴും ഭയങ്കര വീക്കാണ്. അയ്യോ പാവം, അവർക്ക് എൻ്റെ ആവശ്യമുണ്ട്. അവർ ഭയങ്കര ഷാർപ്പ് ടങ് ആയണമെങ്കിൽ പോലും തേർഡ് പാർട്ടി ഒരു പാവമാണ്, തേർഡ് പാർട്ടി ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത് രണ്ടാമത് തേർഡ് പാർട്ടിയോട് റിലേഷൻഷിപ്പ് തുടങ്ങണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയോ? തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടി തീരുമാനമൊന്നും എടുത്തിട്ടില്ല. തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വലിയ ഹാപ്പിയൊന്നുമല്ല. തേർഡ് പാർട്ടി വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ദൈവ സ്പിരിച്വലിലേക്ക് കടക്കാം. കാരണം ഈ പേഴ്സണെ കൊണ്ടും തേർഡ് പാർട്ടിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഈ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി വിചാരിച്ച അത്രയും ആ ലെവലിലേക്ക് ഉയരാൻ പറ്റിയില്ല എന്നാണ് തേർഡ് പാർട്ടി പറയുന്നത്. അപ്പോൾ ഇവർക്ക് കുറേ ഹാർട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റിയില്ല എന്ന്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടി വിവാഹം കഴിക്കുമെന്ന് തേർഡ് പാർട്ടി വിചാരിച്ചിട്ടുണ്ടാകും. അത് നടക്കുന്നില്ല. മനസ്സിലായി? ഡിവോഴ്സ് ഒന്നും നടക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായി തൽക്കാലമായിട്ട് ബ്ലോക്ക് ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് തേർഡ് പാർട്ടി അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. തേർഡ് പാർട്ടി ഇപ്പോഴും തേർഡ് പാർട്ടി ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് തേർഡ് പാർട്ടിക്ക് ഇപ്പം സ്പിരിച്വലി പോയാലോ, ഞാൻ കുറേ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം, നേർച്ചയിടാം, അമ്പലത്തിൽ പോവാം, മനസ്സിലായോ, അങ്ങനെ പോവാം, ഇങ്ങനെ പോവാന്നൊക്കെ തേർഡ് പാർട്ടി വിചാരിക്കുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടിയുടെ മനസ്സിലുള്ള ആ സങ്കടം, കാരണം തേർഡ് പാർട്ടി അതിൽ ജീവിക്കുന്ന ആളാണ്. സങ്കടം മറ്റുള്ളവരെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. കാരണം തേർഡ് പാർട്ടി അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അത് തേർഡ് പാർട്ടി മനസ്സിലാക്കുന്നില്ല. തേർഡ് പാർട്ടി പറയുന്നത് എൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ മാറ്റി തരണമെന്നാണ്. മനസ്സിലായി? അപ്പോൾ കുറച്ച് വിവരമില്ലാത്ത ആളാണ്. അപ്പോൾ ചിലപ്പോൾ അമ്പലത്തിലൊക്കെ പോയി അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോയി കുറച്ച് ദൈവം ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബോധം വെക്കുമായിരിക്കും തേർഡ് പാർട്ടിക്ക്. മനസ്സിലാവണോ? ഇവരൊരു വല്ലാത്ത എനർജിയാണ് ഈ തേർഡ് പാർട്ടി. സ്വന്തം സൈഡ് കംപ്ലീറ്റ് ആയിട്ട് മറച്ചു വെച്ചിട്ട് മറ്റുള്ളവർ എന്നോട് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഈ തേർഡ് പാർട്ടി അതാ ചെയ്യുന്നത്. എന്നോട് ഇങ്ങനെ ചെയ്തു, അവർ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഈ തേർഡ് പാർട്ടി പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് ഈ തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസവും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നാണ് തേർഡ് പാർട്ടി പറയുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് അയ്യോ പാവം തേർഡ് പാർട്ടി, എന്തൊരു വിഷമമാണ്, പാവം, ആരും ഇല്ല അവർ നോക്കാൻ, അതുകൊണ്ട് എനിക്ക് രണ്ടാമത് ഒന്നും കൂടെ അവരുമായിട്ട് പ്രശ്നങ്ങളുണ്ട്, പറഞ്ഞാലോ എനിക്ക് വിട്ടിട്ട് പോയാൽ കഷ്ടമല്ലേ എന്നൊരു ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സൺ. എന്താന്ന് നോക്കി, എന്താണ് ഇപ്പം ഇവരുടെ സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള സിറ്റുവേഷൻ എന്താണ്? സ്വരച്ചേർച്ചയില്ല കേട്ടോ. അപ്പോൾ രണ്ടുപേരും തമ്മിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നടക്കുന്നത് ഒരു പിടുത്തമില്ല രണ്ടുപേർക്കും. ഇപ്പോൾ തേർഡ് പാർട്ടി വളരെ സ്വാർത്ഥമായിട്ട് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കാര്യം നോക്കും, ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ദൈവത്തിലേക്ക് തിരിയാൻ പോവുകയാണ്, ദൈവം എന്നെ സഹായിക്കും, അല്ലെങ്കിൽ ദൈവം എന്നെ മനസ്സിലാക്കും, എൻ്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും എന്നും പറഞ്ഞ താൻ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത്. നമ്മളുടെ സൈഡ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ സഹായിക്കും അല്ലേ? അല്ലാതെ നമ്മൾ മുഴുവനോട് ദൈവത്തിന് മുമ്പിൽ വെച്ചാൽ ദൈവം അന്തം വിടുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? മനസ്സിലാവണ്ട? അതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് തേർഡ് പാർട്ടി. അപ്പം നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയും തമ്മിൽ ഇപ്പം വളരെ റെസ്റ്റ്ലെസ് ആണ് ഇവരുടെ റിലേഷൻഷിപ്പ് കേട്ടോ. മിക്കവാറും ഇത് അടിച്ച് പിരിയും. കാരണം തേർഡ് പാർട്ടി പേഴ്സണോട് പറയും വേണ്ടാന്ന്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി വേറെ റിലേഷൻഷിപ്പ് തുടങ്ങും. സ്പിരിച്വൽ എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിലായിരിക്കും, അറിയില്ല നമുക്ക്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്തായാലും ഇതാണ് ആദ്യത്തെ കാർഡിൻ്റെ റീഡിങ്. ഭയങ്കര റെസ്റ്റ്ലെസ് ആണ് ഇവർ തമ്മിലിപ്പോൾ, അണ്ടർസ്റ്റാൻഡിങ് ഒന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ പേഴ്സണെ തിരിച്ചു വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹോപ്പ് ഉണ്ടാവാം. ആകെ ഒരു സോഡിയാക് സൈനെ ഇവിടെ വന്നുള്ളൂ, പൈസീസ് മാത്രം. വേറെ ഒരു സോഡിയാക് സൈനും ഇവിടെ കണ്ടില്ല കേട്ടോ. ലിയോയും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ആദ്യത്തെ കാർഡിൻ്റെ റീഡിങ്. ഇനി നമ്മൾ രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആയിരിക്കും കേട്ടോ. ഭഗവാനെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായത്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് എന്താണ് വരാൻ പോകുന്നത്, ഇതിലെന്തെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങളോട് പറയാൻ പോകുന്ന യൂണിവേഴ്സ് കേട്ടോ. ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ. ഒരു ചേഞ്ചിൻ്റെ കാർഡ് ഞാൻ കണ്ടു. ഇതൊരു മേജർ ചേഞ്ച് ആയിരിക്കും, ഒരു ഡിസ്ട്രക്ഷൻ പിന്നെ ഒരു ചേഞ്ചും. എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം വളരെ ഭയാനകമായിട്ട് അവസാനിക്കും, അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുമെന്നാണ് കാണിച്ചത്. അറിയില്ല. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലെ വിഘ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഭഗവാനെ,
കാർഡ്സ് എന്തെങ്കിലും വരുമോ നമുക്ക് നോക്കാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, 5 കാർഡ്സാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അതിൽ ലാസ്റ്റ് എടുക്കാം. ആദ്യത്തെ കാർഡ് ഇതാണ്, വിഘ്നേശ്വരൻ്റെ കാർഡാണ്. വിഘ്നേശ്വരനെ ഞങ്ങൾ ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് മുസ്ലിംസ് പറയും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് പറഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുക, ഓരോ കാര്യങ്ങൾ തുടങ്ങുക. ബിസ്മി ചൊല്ലിയിട്ടാണ് പറയുന്നത്. ക്രിസ്ത്യാനികൾ ദൈവത്തിൻ്റെ നാമത്തിൽ ആണ് ക്രിസ്ത്യാനികൾ തുടങ്ങും. നമ്മൾ എല്ലാവരും മതങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ ദൈവത്തിനോട് പലതരത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഹിന്ദുക്കൾ ഞങ്ങൾ പറയുന്നത് വിഘ്നേശ്വരനാണ്, സകല വിഘ്നങ്ങളും മാറ്റുന്നത് വിഘ്നേശ്വരനാണെന്ന് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഇവിടെ പറയുന്നത് വിഘ്നേശ്വരൻ നിങ്ങളുടെ ജീവിതത്തിലെ സകല വിഘ്നങ്ങളും മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ കാർഡ്. രണ്ടാമത്തെ കാർഡ്, നിങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. യോഗ ഒരു ഹിന്ദു ഇതല്ല. യോഗ എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും ക്ലെൻസ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തത്, നിങ്ങൾക്ക് ഭയമുണ്ട് പല കാര്യത്തിനെ കുറിച്ച്, പുറത്തുള്ള ശക്തികളിൽ നിന്നുള്ള ഭയം, നിങ്ങൾക്ക് കാര്യങ്ങൾ തുടങ്ങാനുള്ള ഭയം, കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഭയം, ഇതൊക്കെയുണ്ട്. അപ്പം അതൊക്കെ മാറണമെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ വേറൊരു കാർഡ് പറയുന്നത് കറക്റ്റിങ് യുവർ മിസ്റ്റേക്സ്. നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ള സമയമാണിത് എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ മുമ്പിൽ വലിയൊരു യാത്ര കിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ യാത്ര നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. നിങ്ങൾ യാത്ര പുറപ്പെട്ട്, അത് ഒരു മാനസികമായ സ്പിരിച്വൽ യാത്രയായിരിക്കാം, ആവാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ലിറ്ററലി ഒരു യാത്ര പുറപ്പെടേണ്ടി വരും എന്നാണ് പറയുന്നത്. പക്ഷെ ഈ യാത്രയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അവസാനം നല്ലതാണ്, സക്സസ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ കാർഡ് നമുക്ക് നോക്കാം. നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെയും ഇപ്പോഴത്തെ എനർജി എന്താണ്? ഏസ് ഓഫ് പെന്റക്കിൾസ്. ഫിനാൻഷ്യൽ കണക്ഷൻ ആണത്. ഒപ്പം ജോലി ചെയ്യുന്നവരോ, ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോ, ഒരു മാനേജറോ എംപ്ലോയിയോ, അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇത്. പണസംബന്ധമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള. ഇതൊരു പുതിയ തുടക്കമാണോ? പുതിയൊരു റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പെണ്ണിനെയോ ഒരു ആണിനെയോ ആണ് സങ്കല്പിക്കുന്നത്. പക്ഷേ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന എന്ത് കാര്യവും തേർഡ് പാർട്ടിയാണ്. അപ്പൊ ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസ്, പണമാണ് കാണിക്കുന്നത്. പുതിയൊരു പണത്തിന്റെ ഓഫർ, അതാണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് കാണിക്കുന്നത്. രണ്ട് പേഴ്സൺസ് തമ്മിൽ, ഒരു സ്ത്രീയും പുരുഷനും ആവുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുക. എന്തായാലും 5 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് വന്നു, 2 ഓഫ് കപ്സ് റിവേഴ്സ്, എനിക്ക് തപ്പുന്നുണ്ട് ഞാൻ, കപ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്. ഇത് രണ്ടും തേർഡ് പാർട്ടിയുടെ കാര്യം പോട്ടെ, നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ഇതൊരു സൗണ്ട് കേട്ടു. ഓക്കെ. ഇത് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ലവ് റിലേഷൻഷിപ്പ് അല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ തമ്മിൽ നേരത്തെ ബന്ധമൊന്നുമില്ല കേട്ടോ. ഇതൊരു പുതിയ സിറ്റുവേഷൻ ആണ് ഇവർ തമ്മിൽ. നേരത്തെ ഇവർ തമ്മിൽ പണത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. വലിയ പഴക്കമില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണിത്. അപ്പോൾ ഇവർ തമ്മിൽ, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ എനിക്ക് മെസ്സേജ് വരുന്നത് വെച്ചാൽ ഇത് പഴയ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ അടിച്ചു പിരിഞ്ഞ രണ്ടുപേരാണ്. വളരെയധികം സ്നേഹമുണ്ടായിരുന്ന ഒരു ലവ് റിലേഷൻഷിപ്പ് അടിച്ചു പിരിഞ്ഞ് രണ്ടുപേര് ആ ഒരു അതിൽ നിന്നൊരു എന്താ പറയുക, ആ ഒരു പറഞ്ഞ് അത് സോൾവ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇതിവിടെ ഒരു പണത്തിൻ്റെ ഒരു കണക്ഷൻ കൂടി വരുന്നുണ്ട്. ചിലപ്പോൾ പണസംബന്ധമായിട്ട് അടിച്ചു പിരിഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ പഴയ ഒരു കാമുകിയോ കാമുകനോ ഇരിക്കുന്നത് കാണുന്നു. അപ്പം ഇവർ തമ്മിൽ പണ്ടത്തെ ആ ഒരു, നമ്മൾ സ്നേഹിക്കുന്ന ആളെ നമ്മൾ വഴക്കിട്ടാലും പിന്നെ നമുക്ക് അവരോട് സഹതാപം, ഒരു ബോണ്ട് ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു സിറ്റുവേഷൻ മാത്രമല്ല, അല്ലാതെ ഇപ്പോൾ അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല എന്നാണ് കാണിക്കുന്നത്. നോക്കാം നമുക്ക്.
എന്താണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ കൊണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം? തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ കൊണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ്? ഒന്നുമില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്നാലും നോക്കാം. ഇവിടെ ആദ്യത്തെ എനർജി പറയുന്നത് അത് തന്നെയാണ്. ഇവർ തമ്മിൽ ഇപ്പോൾ സ്നേഹബന്ധത്തിലല്ല എന്നാണ് പറയുന്നത്. എന്നാലും അവർ തമ്മിൽ എന്തോ ഒരു നിങ്ങൾക്കിതിൽ സംശയമുണ്ട് അല്ലേ? അതാണ് മെയിൻ. ഓക്കെ, നമുക്ക് ചോദിക്കാം. എന്താണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, സത്യാന്വേഷിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഈ റിലേഷൻഷിപ്പ് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ആളുകൾ ഈ പേഴ്സണോട് വഴക്കിട്ടിരിക്കുന്നത് ഇഷ്ടമല്ലാത്ത ഒരാളായിരിക്കും. അപ്പോൾ അതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ, അതിന് സത്യാന്വേഷിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇതെങ്ങനെയെങ്കിലും ഇത് കീറി മുറിച്ച് ഇതെന്താണ് അന്ന് പ്രശ്നം ഉണ്ടായത് അതറിയണം. ആരാണ് നമ്മളുടെ ഇടയിൽ കളിച്ചത്, നമ്മൾ തമ്മിൽ പ്രശ്നം, നിങ്ങളല്ല, തേർഡ് പാർട്ടിയും ഈ പേഴ്സണും ആരാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചത്, ആരാണ് പ്രശ്നമുണ്ടാക്കി, ഇതൊക്കെ സംസാരിച്ച് തീർക്കണം. ജെമിനായി സോഡിയാക് സൈൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്തെടുക്കണം, ഈ പ്രശ്നം സോൾവ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. തേർഡ് പാർട്ടി ഇവിടെ ജെമിനായി സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടിയുടെ റീഡിങ്ങിൽ അക്വയറീസ് സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, തേർഡ് പാർട്ടിയുടെ മാരീഡാണ് തേർഡ് പാർട്ടി, കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ തേർഡ് പാർട്ടി ഹാപ്പി അല്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ പേഴ്സണിനെ പിന്നെയും കണ്ടുമുട്ടിയപ്പോൾ തേർഡ് പാർട്ടിക്ക് ആ ഒരു സൈഡാണ് ഞാൻ പോകുന്നത്. ഇവിടെ ആദ്യം കാണിച്ചത് ഇവിടെ അവർ തമ്മിൽ നേരത്തെ പരിചയം, പക്ഷേ പിന്നത്തെ ഇത് വരുമ്പോൾ എനിക്ക് മെസ്സേജ് വന്നത് അവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ട്. പക്ഷെ ഇത് അവർ ഇപ്പം ജോലി ചെയ്യുന്നത് ഒരേ സ്ഥലത്താണ്. അവർ തമ്മിൽ സ്നേഹമുണ്ടായിരുന്നു, പക്ഷെ അത് തകർന്നു പോയി അതെന്തോ കാരണം കൊണ്ട്. ഇപ്പോൾ പണസംബന്ധമായിട്ടുള്ള കാര്യത്തിന് ചെന്നപ്പോഴാണ്, ഇപ്പോൾ ജോലിയാവാം, ലോൺ എടുക്കാൻ ചെന്ന് ബാങ്കിൽ പെട്ടതാവാം, അങ്ങനെ എന്തോ, അല്ലെങ്കിൽ ചിട്ടി അവിടെ പരിചയപ്പെട്ടതായിരിക്കാം, അങ്ങനെ എന്തോ. അപ്പോൾ ഇവർ രണ്ടാമത് പണസംബന്ധമായ എന്തോ കാര്യത്തിന് വേണ്ടി ചെന്നപ്പോൾ കണ്ടുമുട്ടിയ രണ്ട് എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണെ പരിചയപ്പെടും. തേർഡ് പാർട്ടി ഒട്ടും ഹാപ്പി അല്ല അവരുടെ ഫാമിലി ആയിട്ട്. അപ്പം ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആയിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് ബന്ധം പുതുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം. ഇവിടെ ഒരു പഴയ ഒരു കാമുകനെയോ കണ്ടപ്പോൾ കൊള്ളാം. അപ്പോൾ സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യാശയുടെ കിരണം തേർഡ് പാർട്ടിയുടെ മനസ്സിൽ എവിടെയോ ഉദിച്ചിട്ടുണ്ട് ഭഗവാനെ. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? മിക്കവാറും പണത്തിൻ്റെ, ഇപ്പം എത്രയും പെട്ടെന്ന് പൈസ ലോൺ റെഡിയാക്കി തരണം എന്നായിരിക്കും. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ തേർഡ് പാർട്ടിയിൽ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ. കാരണം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഹാപ്പിയാണ്, അതാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഹാപ്പിയാണോ അല്ലയോ അത് ഞാനിപ്പോൾ പറയുന്നില്ല. എന്തായാലും തേർഡ് പാർട്ടിയായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കാരണം തേർഡ് പാർട്ടി നല്ലൊരു പുളിങ്കൊമ്പ് കണ്ടപ്പോൾ അതിലേക്ക് ചാടിയ ആളാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ. ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത് നിങ്ങളുടെ പേഴ്സണെ. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, ഒരു ഡിസപ്പോയിൻമെന്റ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഉണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തന്നെ സ്നേഹം പുതുക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പറയാതെ പോയത് എന്നറിയണമെന്നേ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹമുള്ളൂ. അല്ലാതെ തേർഡ് പാർട്ടിയുമായിട്ട് റിലേഷൻഷിപ്പ് പുതുക്കാനൊന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അത് തറപ്പിച്ച് പറയുകയാണ് നിങ്ങളുടെ പേഴ്സൺ. തേർഡ് പാർട്ടിയുടെ ആഗ്രഹം എന്താണ്, അല്ലെ ആശയം എന്താണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട്? തേർഡ് പാർട്ടിക്ക് വെറുതെ ഇരുന്ന് തിന്നാനാണ് ആഗ്രഹം, ജോലി എടുക്കാനൊന്നും ഇഷ്ടമല്ല. അപ്പം നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ചിലപ്പോൾ ബാങ്കിലായിരിക്കാം, ഇത് ലോൺ ആവാൻ വഴിയില്ല, ചിലപ്പോൾ ചിട്ടി ഉണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ആണ് ഇവർ തമ്മിൽ പിന്നീട് കാര്യം, ഇത് പണസംബന്ധമായ കാര്യങ്ങളാണ് ഇവർ തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ പണത്തിൻ്റെ ഡീലിങ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടം പോലെ പണമുണ്ടെന്ന് കണ്ടത് കൊണ്ടായിരിക്കാം തേർഡ് പാർട്ടി എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ ആ പണം തേർഡ് പാർട്ടിയുമായിട്ട് ഷെയർ ചെയ്യുമെന്ന്. നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ഒരു ചിന്തയുണ്ട്. അവർ ജോലി എടുക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. വെറുതെ ആരെങ്കിലും എന്നുവെച്ചാൽ മിക്ക പെൺകുട്ടികളും വിവാഹം കഴിക്കുന്നത്, എല്ലാവരുമല്ല, കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്,
പണ്ട് നമുക്ക് വേറെ വഴിയില്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ ആഗ്രഹിക്കുന്ന, ഭർത്താവിന്റെ ചെലവിൽ കംപ്ലീറ്റ് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളുണ്ട്. തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ഓരോരുത്തരുടെ ഇഷ്ടമാണത്. അപ്പോൾ അങ്ങനെ ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. പക്ഷെ അവർ ചെന്ന് കയറിയത് ഒരു പുളിങ്കൊമ്പിലാണെങ്കിൽ, പണം കണ്ടിട്ട് കയറുകയാണെങ്കിൽ അവിടെ ലൈഫ് സക്സസ്ഫുൾ ആയില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് അധികം പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ നല്ല പണമുള്ള ആളാണ്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് ഇവിടെ നിന്ന് കുറച്ച് പൈസ കിട്ടിയാൽ കൊള്ളാമെന്നൊരു ചിന്തയുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഒന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത് കുറേ കാത്തിരുന്നിട്ട് നഷ്ടപ്പെട്ടു പോയൊരു എനർജിയാണ്. അപ്പം ഒരു പ്രാവശ്യം നമ്മളുടെ വിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ പോകുന്നത് നമ്മൾ മണ്ടന്മാരോ മണ്ടികളായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രാവശ്യം നമ്മളെ ശരിക്കും പണി തന്നു, ഒരു കുറ്റബോധവും ഇല്ലാതെ നമ്മളെ ഉപേക്ഷിച്ച് പോയി, ഒരു വാക്ക് പോലും പറയാതെ, അങ്ങനെയുള്ളവരെ നമ്മൾ ഒരു തരത്തിലും വിശ്വസിക്കാൻ പാടില്ല. അവരെന്ത് എക്സ്ക്യൂസ് പറഞ്ഞാലും. ഇവിടെ അതാണ്, ഈ തേർഡ് പാർട്ടി ശരിക്കും തേച്ചിട്ടാണ് പോയത് നിങ്ങളുടെ പേഴ്സണെ. പക്ഷെ ഇപ്പോൾ അവർക്ക് കഷ്ടകാലം വന്നപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കിട്ടിയാൽ, അല്ലെങ്കിൽ പേഴ്സണെ വേണമെന്നില്ല, പൈസ വേണമെന്നാണ് അവർക്ക്. അപ്പം നിങ്ങളുടെ പേഴ്സണ് ഇതിലൊരു ഗ്രോത്ത് ഒന്നും നിങ്ങളുടെ പേഴ്സൺ പാഠം പഠിച്ച ഒരാളാണ്. ഇപ്പോൾ ഇവിടെ ഗ്രോത്ത് ഒന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. സ്നേഹവുമില്ല, ഒന്നുമില്ല, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുമില്ല, തേർഡ് പാർട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ടോറസ് ലിബ്രയാണത്. തേർഡ് പാർട്ടി സ്നേഹമാണ്. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് ഭയങ്കര സ്നേഹമാണ്, ആർത്തിയാണ്, പണത്തിനോടുള്ള ആർത്തി. അപ്പോൾ സ്നേഹമുണ്ട്, പണത്തിനോടുള്ള ആർത്തിയുമുണ്ട് തേർഡ് പാർട്ടിക്ക്. അപ്പോൾ കൂടുതലും പണം പിടുങ്ങാനുള്ള ഒരു പ്ലാനാണ് തേർഡ് പാർട്ടിക്ക് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, പൈസ മുഴുവൻ ചേർത്ത് പിടിച്ചേക്കാണ്. ഇത് നെഗറ്റീവ് എനർജിയാണ്, കൊള്ളില്ല. സ്നേഹം കാണിക്കുന്നുണ്ട്, ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനാണ് ആഗ്രഹം. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിൽക്കില്ല. കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഇവർ തമ്മിൽ റീകൺസിലിയേഷൻ ഒന്നും നടക്കില്ല ഇവർ തമ്മിൽ കേട്ടോ. ഇവർ തമ്മിൽ നിങ്ങളുടെ പേഴ്സൺ അറിയാം തേർഡ് പാർട്ടി സെൽഫ് സഫീഷ്യൻ്റ് ആണ്, സ്വന്തം കാര്യം നോക്കാൻ വളരെ. അപ്പം തേർഡ് പാർട്ടി സെൻറ്റി അടിക്കുന്നുണ്ട്, അങ്ങനെ റിലേഷൻഷിപ്പിൽ ഹാപ്പി ഇല്ല, ഹസ്ബൻഡ് അങ്ങനെ, കുട്ടികൾ ഇങ്ങനെ, ഹസ്ബൻഡിൻ്റെ ഫാമിലി എങ്ങനെ എന്നുള്ള പറഞ്ഞ സെൻറ്റിമെൻറ്റ്സ് അടിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അറിയാം ഒരു ജോലിയുള്ള ഒരു സ്ത്രീയാണ്, അല്ലേ? ജോലിയുള്ള സ്ത്രീ ആകുമ്പോൾ അവർക്ക് ഫിനാൻഷ്യലി അവർ സ്റ്റേബിൾ ആണ്. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് അവർ ഹാപ്പി അല്ല, അത് കിട്ടുന്ന പൈസയിൽ അവർ ഹാപ്പി അല്ല. അപ്പോൾ അതിനർത്ഥം അവർ ഭയങ്കര ഗ്രീഡി ആണെന്നല്ലേ. അപ്പം നിങ്ങളുടെ പേഴ്സണ് കറക്റ്റായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു റീകൺസിലിയേഷനേ പോസിബിൾ അല്ല തേർഡ് പാർട്ടിയായിട്ട്. നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന് ഞാനിങ്ങനെ പോയപ്പോൾ എൻ്റെ പഴയ ആൾ കണ്ടു. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട്, കണക്ഷൻ തുടങ്ങി. അപ്പോൾ ബാങ്കിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്, അപ്പോൾ അവരെ കാണുന്നുണ്ട്, അവരെ മിണ്ടുന്നുണ്ടാവും. നിങ്ങളിങ്ങനെ ചിന്തിച്ച് കൂട്ടുകയാണ്. അപ്പോൾ യൂണിവേഴ്സ് പറഞ്ഞു നിങ്ങളോട് പല കാര്യങ്ങളും ഓറക്കിൾ മെസ്സേജ് വഴി. ടാരോ കാർഡ്സ് പറയുന്ന ഇവർ തമ്മിൽ റീകൺസിലിയേഷൻ്റെ ഒരു ചാൻസും ഇല്ല. നിങ്ങളുടെ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വിട്ട് കളയുക. ഇവിടെ തേർഡ് പാർട്ടി ഒന്നുമില്ല. ഇത് വെറുതെ ഒരു ഇതാണ്. അവർക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹമൊന്നുമില്ല. സ്കോർപിയോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഹാപ്പിയാണ്. ടോറസ് ലിബ്ര വെറുതെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാക്കിയെടുക്കുകയാണ് നിങ്ങൾ. അക്വേറിയസ്, ജെമിനായി, അത് നിങ്ങൾക്ക് നിങ്ങളിൽ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ചിന്തിക്കുക, അങ്ങനെ ഒരു നമ്മുടെ പേഴ്സൺ വേറൊരാളുടെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ ചിന്തിച്ച് ആദ്യം പിടിച്ചിട്ട് എന്താ കാര്യം? ഫൈറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? ആ പുള്ളിയുടെ മെസ്സേജ് ചെക്ക് ചെയ്ത് ഏതൊക്കെ പെണ്ണുങ്ങളോട് സംസാരിക്കുന്നു, ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്താ കാര്യം? നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷൻ വിട്ടുകളയും. എത്ര സ്നേഹിക്കുന്നതാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ സിറ്റുവേഷൻ. പേഴ്സണോട് ഫൈറ്റ് ചെയ്യാതെ അത് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലാതെ നമുക്ക് വേറൊരു ചോയ്സും ഇല്ല. ഫൈറ്റ് ചെയ്ത് നമ്മളുടെ സന്തോഷം പോകും, ആ പേഴ്സൺ മാറുകയില്ല. എവിടെ എത്താനാണ് റിലേഷൻഷിപ്പ്? എവിടെ എത്തില്ല. വെറുതെ ജീവിതകാലം മുഴുവനും നരകിച്ച് തീർക്കേണ്ടി വരും നിങ്ങൾ. അപ്പോൾ മൂന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാണ്. മൂന്നാമത്തെ കാർഡിൻ്റെ റീഡിങ് നമ്മൾ ആദ്യം ഓറക്കൽ മെസ്സേജാണ് നോക്കുന്നത്. ഭഗവാനെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് ആയിരിക്കും ഇത്. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ,
ശിവായ. ഓം നമ 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 ശിവായ. ഭവാനി ഭവാനി ഭവാനി. ഒരു കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം ഈ കാർഡ്സും എല്ലാം വരുമെന്ന്. ഭവാനി ഭവാനി. ഒരു പ്രാവശ്യം കൂടെ ഷഫിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്രയും കാർഡ്സേ ഉള്ളൂ. 2 കാർഡ്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനും കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണാനും ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട് നിങ്ങളോട്. പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആത്മാർത്ഥതയോടും ശുദ്ധ മനസ്സോടും സെൽഫിഷ് അല്ലാതെയും ചെയ്യണമെന്ന് പറയുന്നുണ്ട്. 2 കാർഡ്സാണ് നിങ്ങൾക്ക് വേണ്ടി വന്നത്. തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇപ്പോഴത്തെ എനർജി, ഇവരൊരു റീകൺസിലിയേഷന് ട്രൈ ചെയ്യാണ്. അപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇവർ തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. 2 പേരും മേ ബി ഏകദേശം ഒരേ സ്വഭാവമുള്ള ആളുകളായിരിക്കാം. അപ്പോൾ അതായിരിക്കാം അവരെ അട്രാക്ട് ചെയ്ത്. പക്ഷെ അട്രാക്ട് ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ 2 പേരും തമ്മിൽ അടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ അടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇവർ തമ്മിൽ മനപ്പൊരുത്തമുള്ള ആളുകളായതുകൊണ്ട് അവർ റീകൺസിലിയേഷന് ട്രൈ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഒരു റീകൺസിലിയേഷൻ്റെ പാതയിലേക്കാണ് പോകുന്നത്. ഫൈറ്റിംഗ് അതന്നെ, ഇഷ്ടംപോലെ അടി ഉണ്ടായിട്ടുണ്ട് ഇവർ തമ്മിൽ, ഭയങ്കര ബഹളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ ഒരു ബാലൻസ് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുകയാണ് 2 പേരും. ഓക്കെ, നമ്മൾ തമ്മിൽ അടി പിടിച്ചിട്ട് എന്താ കാര്യം, നമുക്ക് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാം എന്നൊരു ചിന്ത ഇവർ തമ്മിലുണ്ട്. സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ് അവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലീബ്ര, ജെമിനി. ഇത്രയും സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. ഭവാനി. ഓക്കെ, ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇവർ 2 പേരും ഒരേപോലെ സ്വഭാവമുള്ള 2 പേരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവർ തമ്മിൽ മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ട, മറ്റുള്ളവരെ അവഗണിക്കുന്ന 2 പേരായിട്ടാണ് ഇവരെ കണക്കാക്കുന്നവരെ. അപ്പോൾ 2 പേരും ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല. അതുകൊണ്ടാണ് അപ്പോൾ 2 പേർക്കും റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ ആ റിലേഷൻഷിപ്പിൽ ഇവർ 2 പേരും ഹാപ്പി അല്ല. അവരുടെ പാർട്ട്നേഴ്സ് അവരെ ആക്കുന്നില്ല എന്നൊരു ചിന്ത 2 പേരുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ പരിചയപ്പെട്ടപ്പോൾ, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഏകദേശം തുല്യ ദുഃഖിതരാണെന്നൊരു ചിന്ത. അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ മനസ്സിലാക്കും, പേഴ്സണ് ആഗ്രഹം പോലെ പെരുമാറും എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ചിന്ത. അതാണ് ഉദ്ദേശം തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ ഒരു മെൻ്റൽ ക്ലാരിറ്റി, ഇവർ തമ്മിൽ ഡിസ്കഷൻ, സംസാരിക്കാൻ ഒരേ മനസ്സുള്ളവർ തമ്മിൽ പല കാര്യങ്ങൾ. അപ്പം നിങ്ങളുടെ പേഴ്സണ് സംസാരം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ്, സംസാരിക്കണം. അപ്പോൾ ഈ പേഴ്സൺ പറയുന്നവർ ചിലപ്പോൾ ഭയങ്കര ഇൻ്റലക്ച്വൽ ആയ ഒരാളായിരിക്കും, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ ഈ പേഴ്സൺ പറയുന്ന ആ പകുതി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും. അപ്പം നിങ്ങൾ പുച്ഛിക്കും, മനസ്സിലായി? അങ്ങനത്തെ ഒരു എനർജി. അപ്പോൾ 2 പേരും അങ്ങനത്തെ മെൻറ്റാലിറ്റി ഉള്ളവരപ്പോൾ അപ്പോൾ ഇവർ, നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു തേർഡ് പാർട്ടി ഈ പേഴ്സണെ കൂടുതൽ മനസ്സിലാക്കും, അറിവുള്ള ആളാണ് തേർഡ് പാർട്ടി, അപ്പോൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഈസി ആവും എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. അതാണ് ഉദ്ദേശം. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശം അതാണ്. തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണ്? തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയും, അപ്പം തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പിലുള്ളവരെല്ലാം തേർഡ് പാർട്ടി തെറ്റിദ്ധരിക്കുന്നുണ്ടെന്നാണ് തേർഡ് പാർട്ടി പറയുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന അവർക്ക് മനസ്സിലാവുന്നില്ല, ഞാനിത് എന്തുകൊണ്ടാണ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല, എൻ്റെ നല്ല മനസ്സ് അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് തേർഡ് പാർട്ടിയുടെ ഒരു. അപ്പം ആൾക്കാർ ഈ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ മനസ്സിലാക്കും എന്നാണ് തേർഡ് പാർട്ടിയുടെ ഒരു ചിന്ത. അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ ഇവർ ഈ എന്താ പറയുക, ചിലർ കണ്ടുപിടുത്തങ്ങൾ നടത്തില്ലേ, സയൻറ്റിഫിക് മൈൻഡുള്ള ആളുകൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനോട് ഭയങ്കര ഇതുള്ള ആളുകൾ. അപ്പോൾ അവരെ അതിനെക്കുറിച്ച് വിവരം കുറഞ്ഞ ആളുകൾക്ക് അവരോട് ഇൻറ്ററാക്ട് ചെയ്യാനും സംസാരിക്കാനും ഇടപഴകാനും ഭയങ്കര ബുദ്ധിമുട്ടാവും. കാരണം ഇവർ ഇതിനെക്കുറിച്ചായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ലൈഫിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി പറയുന്നത്, ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവും. ഞാനപ്പോൾ എൻ്റെ ഐഡിയാസ് ഒക്കെ പൊട്ടത്തരമാണ്, ഭ്രാന്താണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരേ മെൻറ്റാലിറ്റി ആയതുകൊണ്ട് ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്താനും അതിനുവേണ്ടി ഫിനാൻഷ്യൽ ഇറക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ട് ഇൻവെൻഷൻസ് നടത്താനൊക്കെ പറ്റുമെന്ന് തേർഡ് പാർട്ടിക്ക് ഒരു ചിന്തയില്ല. അതാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് തേർഡ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. രണ്ടുപേരുടെ ഏകദേശം ഒരേ ഉദ്ദേശമാണ്. മനസ്സിലായല്ലോ? ഇപ്പം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ മനസ്സിന്റെ അശാന്തത അത് മാറുമെന്നാണ് തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ്, അപ്പോൾ അതെല്ലാം മാറും. തേർഡ് പാർട്ടിയോട് എന്തും പറയാം. ഉള്ളിലുള്ള വളരെ മറച്ചു വെച്ചിരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ തേർഡ് പാർട്ടിയോട് തുറന്ന് പറയാം. അപ്പോൾ തേർഡ് പാർട്ടി പേഴ്സണെ തെറ്റിദ്ധരിക്കില്ല. ഇവർ തമ്മിൽ നല്ലൊരു ഫ്യൂച്ചർ കെട്ടിപ്പടുക്കാം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത് തേർഡ് പാർട്ടിയിൽ നിന്ന്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? തേർഡ് പാർട്ടി വിചാരിക്കുന്നത്, തേർഡ് പാർട്ടിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണമെന്നാണ്. ഡിലേസ് ഇഷ്ടമല്ല. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം വിചാരിച്ചാൽ ഉടനെ അത് തുടങ്ങി അതിൻ്റെ റിസൾട്ട് അറിയണം. അതാണ് തേർഡ് പാർട്ടിയുടെ ഒരു മെൻറ്റാലിറ്റി. അപ്പോൾ തേർഡ് പാർട്ടി വിചാരിക്കുന്നത്, തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പേഴ്സണും അതുപോലത്തെ ഒരാളാണ്. ക്ഷമ കുറഞ്ഞ രണ്ടുപേരാണ് ഇവർ. അപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു ചാടി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, മറ്റുള്ളവരെ കാൽക്കുലേറ്റ് ചെയ്ത് ആലോചിച്ച് പ്ലാൻ ചെയ്ത്. ഇവരങ്ങനെയല്ല. ഇപ്പോൾ ഒരു ട്രിപ്പിന് പോകണമെന്നുണ്ടെങ്കിൽ അവരപ്പം തന്നെ ബാഗ് പാക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുത്ത് പോകുന്ന ആൾക്കാരാണ്. അല്ലാതെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സ്ലീപ്പർ ബുക്ക് ചെയ്ത് അത് പ്ലാൻ ചെയ്ത് എന്തൊക്കെ കൊണ്ടുപോകണം എല്ലാം ഇട്ട ഡ്രസ്സോട് കൂടെ യാത്ര ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാരാണ് തേർഡ് പാർട്ടി. നിങ്ങളുടെ പേഴ്സണും അതുപോലെ ആയിരിക്കും. മനസ്സിലായി? അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഈ ഒരു പെരുമാറ്റം നിങ്ങളുടെ പേഴ്സൺ ആക്സെപ്റ്റ് ചെയ്യുമെന്നാണ് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ സീക്രട്ടായിട്ട് വെക്കണം. തേർഡ് പാർട്ടിക്ക് അത് എല്ലാവരോടും പറയുന്നത് ഇഷ്ടമല്ല. കുറേ കാര്യങ്ങൾ തേർഡ് പാർട്ടി ആരോടും പറയാതെ മനസ്സിൽ കൊണ്ടു നടക്കും രണ്ടുപേരും. ചിലപ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആകുമ്പോൾ ഇവർ തമ്മിലത് ഡിസ്കസ് ചെയ്യും. പക്ഷേ ഇന്ന് ചോദിച്ച് എന്തുകൊണ്ടാണ് നീ അത് ചെയ്തത്, എന്തുകൊണ്ടാണ് നീ അത് ചെയ്തതെന്ന് ചോദിക്കുന്നത് തേർഡ് പാർട്ടിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ചുഴിഞ്ഞു നോക്കാത്ത ഒരാളാണ് ആയിരിക്കണമെന്നാണ് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്? ഇവിടെ വെർഗോ പൈസസ് കാണിക്കുന്നുണ്ട്, ഇവിടെ ജെമിനായി വന്നു, സാജിറ്റേറിയസ് ഉണ്ട് ഇവിടെ. ഓക്കെ, പിന്നെ ഈ സാജിറ്റേറിയസ് വന്നിട്ടുണ്ട് ഇവിടെ. നിങ്ങളുടെ പേഴ്സൺ ഒരു ബാലൻസ് കൊണ്ടുപോയി നടക്കാനാണ്. കാരണം കുറേ ദുഃഖങ്ങളുണ്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ. അപ്പോൾ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര ഒരു കംഫർട്ടബിലിറ്റി ഉണ്ട് തേർഡ് പാർട്ടിയോട്. മനസ്സിലായി? എല്ലാം നിങ്ങളുടെ പേഴ്സണിൻ്റെ ഈ കലുഷിതമായ മനസ്സ് കുറച്ചും കൂടെ ശാന്തമാക്കാൻ, ഈ വേദനകൾ നിങ്ങളുടെ പേഴ്സണ് വളരെയധികം ചതിയും വഞ്ചനയൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി അതിനെല്ലാം മരുന്ന് പുരട്ടാനുള്ള ഒരു വളരെ അണ്ടർസ്റ്റാൻഡിങ് ഒരു ആളാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നത്. സാജിറ്റേറിയസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അതാണ് ആഗ്രഹിക്കുന്നത്. ഒരു ബാലൻസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാലാഖയാണ്, പുരുഷനായാലും സ്ത്രീയായാലും തേർഡ് പാർട്ടി എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നത്. തേർഡ് പാർട്ടി എന്താണ് വിശ്വസിക്കുന്നത്? തേർഡ് പാർട്ടി കുറേ ഹൃദയവേദന സഹിച്ച് കുറേ ദുഃഖങ്ങൾ അനുഭവിച്ചതാണ്, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് ഒരു സമാധാനമാകും എന്ന് തേർഡ് പാർട്ടി വിചാരിക്കുന്നുണ്ട്. മനസ്സിലായി? ഒരു ചേഞ്ച് വരും തേർഡ് പാർട്ടിയുടെ ലൈഫിൽ. ഈ വേദനകളെല്ലാം മാറ്റാനും തേർഡ് പാർട്ടിയുടെ ജീവിതം സന്തോഷകരമാക്കാനും ഒരു ചാൻസ് വരുമെന്ന് തേർഡ് പാർട്ടി വിശ്വസിക്കുന്നു. ഇവർ തമ്മിൽ പ്രശ്നങ്ങളില്ല. പിന്നെ ഇവർ തമ്മിൽ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രണ്ടുപേരും തെറ്റിപ്പിരിഞ്ഞതാണ്. തേർഡ് പാർട്ടിയുടെ സൈഡിൽ നിന്നാണ് ആ ഒരു എനർജി വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ അത് കാണിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണും തമ്മിൽ. രണ്ടുപേരും ഉഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 10 of Swords ഇവിടെ കാണിച്ചത്. പക്ഷെ അതിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ റിക്കവർ ചെയ്തു, പേഴ്സൺ അത് ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, പക്ഷെ തേർഡ് പാർട്ടിയോട് വഴക്കുണ്ടായപ്പോൾ തേർഡ് പാർട്ടിക്ക് ഭയങ്കര ഹാർട്ട് ബ്രേക്ക് ആയി. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഭയങ്കരമായിട്ട്, രണ്ടുപേരും ഇമ്പൾസീവായിട്ട് പെരുമാറുന്നതായിരിക്കും ആൾക്കാരാണ്. അപ്പോൾ ചിന്തിക്കാതെ വാക്കുകൾ ഭയങ്കര ക്രൂരമായിട്ട് ഉപയോഗിക്കുന്ന രണ്ടുപേരാണ് ഇവർ. അപ്പം അങ്ങനെ വാക്കുകളൊക്കെ ഉപയോഗിച്ച് ശരിക്കും രണ്ടുപേരും അടിച്ചു പിരിഞ്ഞവരാണ്. എന്നാലും ഇതിലൊരു നിങ്ങളുടെ പേഴ്സൺ ഒരു പോസിറ്റീവ് സൈഡ് കാണുന്നുണ്ട്. കാരണം റീകൺസിലിയേഷൻ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ സ്കോർപിയോ കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്?
നിങ്ങളുടെ പേഴ്സണിനെ തേർഡ് പാർട്ടി കുറച്ച് പേടിയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇപ്പോൾ ഇവർ ഭയങ്കര പക്ഷേ ഇവർ തമ്മിലൊരു ബോണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നത്. ഇവർ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ആണുള്ളത്. ഇവർ തമ്മിൽ സ്ട്രോങ് ലവേഴ്സാണ് ഇവർ. അപ്പോൾ റിഗ്രറ്റ് ഉണ്ട് ഈ ഒരു വഴക്കുണ്ടായതിലൊക്കെ. പക്ഷെ എന്നാലും ഇവർ റീകൺസൈൽ ചെയ്യുമെന്ന് തന്നെയാണ് ഇവർ രണ്ടുപേരും ചിന്ത. അതാണ് അവരുടെ ഓവറോൾ എനർജി കാണിച്ചത്. ഇവിടെ ജെമിനായി പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ വളരെയധികം ബോണ്ട് ഉണ്ട്. ഇവർ എത്ര പ്രാവശ്യം വഴക്കിട്ടാലും, കാരണം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഇവർ തമ്മിൽ. വേറെ ആർക്കും ഇപ്പോൾ ഈ പേഴ്സൺ ഈ തേർഡ് പാർട്ടിയോട് വഴക്കിട്ടിട്ട് നിങ്ങളോട് വന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ് ഈ പേഴ്സൺ പറയുന്നത്, എന്താണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പേഴ്സൺ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ മിസ് ചെയ്യും. ഓ, അവളുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവനുണ്ടായിരുന്നെങ്കിൽ അവരോട് ഇത് പറയേണ്ട കാര്യമില്ല, അവന് മനസ്സിലായേനെ എന്ന ചിന്ത. അപ്പോൾ ആ ഒരു ചിന്ത ഒരു പിന്നെയും തിരിച്ച് അങ്ങോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി വരും. അതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇവർ തമ്മിൽ റീകൺസിലിയേഷൻ ഉണ്ടാകും. ഇപ്പം നടന്നിട്ടില്ലെങ്കിൽ അത് വരാൻ പോകുന്നുണ്ട്. ഇവർ പിന്നെയും കൂടും രണ്ടുപേരും. ജെമിനായി, സ്കോർപ്പിയോ, സാജിറ്റേറിയസ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ. വെർഗോ, പൈസസ് ഉണ്ട് ഇവിടെ. പണ്ടൊരു വെർഗോ ഒരു അക്വേറിയസിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുള്ളത്, തമ്മിൽ സംസാരിക്കാൻ ഒരാൾ, ജെമിനായി വെർഗോസിന് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ ഇൻ്റലക്ച്വലായിട്ട് സംസാരിക്കുന്ന വളരെ ജ്ഞാനമുള്ളവരാണ് വെർഗോസ്. അപ്പോൾ അവർക്ക് സംസാരിക്കാൻ ഒരു അക്വേറിയസ് വേണം എന്നാണ്. ഒരു അക്വേറിയസും ഒരു വെർഗോയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ വെർഗോ പറഞ്ഞിട്ടുള്ളതാണ്, വെർഗോ മിസ് ചെയ്യുന്നത് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇപ്പം എൻ്റെ പോലെ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ഒരാളില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചില റിലേഷൻഷിപ്പ് അങ്ങനെയും ഉണ്ട്. അപ്പോൾ ഇവിടെ വേറെ കണ്ടത് സാജിറ്റേറിയസ്. ഓക്കെ, അപ്പോൾ അതാണ് ഫൈനൽ റീഡിങ്. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും സംതൃപ്തിയും ആരോഗ്യവും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.